വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള സെറ്റ് സുവോളജി 23-13-5 കോഡ് എ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അരിത്മെറ്റിക് മീൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഫ്രം ദ മീൻ വാല്യൂ ഈസ് ഓപ്ഷൻ ബി വേരിയൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്നേക്ക് വിനം ഈസ് ഹീമോടോക്സിക്? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഹീമോടോക്സിക്? ഓപ്ഷൻ സി വൈപ്പറ റുസെല്ലെ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നത് ഇപ്പോൾ മെലാറ്റോണിൻ, അത് പീനിയൽ ഗ്ലാൻഡ് ആണെന്ന് അറിയാം. ഇപ്പൊ D2 ഏതാണ്? D2 എന്നേക്കണ രണ്ടെണ്ണം ഉണ്ട്, ഓപ്ഷൻ സിയിലും ഡിയിലും വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണേൽ നോക്കാം. ഈ വാസോപ്രിസനും ഓസിറ്റോസിൻ എന്ന് പറയുന്നത് ന്യൂറോ ഹൈപ്പോഫിസിസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് വാസോപ്രിസൻ. ഓക്കെ, അപ്പൊ അത് വന്നേക്കണ ഏതാണ്? B4. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി അങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് ആൻസർ ഒന്നുകൂടി വായിക്കാം. പ്രൊജസ്ട്രോൺ എന്ന് പറയുമ്പോൾ കോർപ്പസ് ലൂറ്റിയം, ഇതും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രൊജസ്ട്രോൺ, കോർപ്പസ് ലൂറ്റിയം. വാസോപ്രിസൻ, ന്യൂറോ ഹൈപ്പോഫിസിസ്. സൊമാറ്റോസ്റ്റാറ്റിൻ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. മെലാറ്റോണിൻ, പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ കോഡോൺ വിച്ച് ഈസ് കോൾഡ് ഒക്രൈ. ഒക്രൈ എന്ന് പറയുന്നത് ഏതാണ്? UAA. ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അസേർഷൻ. Cycon developed several internal bud known as gemmules. Reason, the gemmules are highly resistant to unfavorable condition and has to carry a species through regions of extreme drought or cold. So, ഇതിന് ആൻസർ എന്താണ്? Both A and R are true. R is the correct explanation of A. അപ്പൊ സൈക്കിൾ എന്ന് പറയുമ്പോൾ സൈക്കിളിൽ കുറെ ഇന്റേണൽ ബഡ്സ് ഉണ്ട്. ജെമ്യൂൾസ് എന്ന് പറയുന്ന കുറെ ഇന്റേണൽ ബഡ്സ് ഉണ്ട്. ഈ ജെമ്യൂൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴൊക്കെ ദേ ആർ ഹൈലി റെസിസ്റ്റന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫെയിലർ ഓഫ് ഇംപ്ലാന്റേഷൻ ഇൻ എ ന്യൂലി ഇൻസെമിനേറ്റഡ് ഫീമെയിൽ ഫോളോയിങ് എക്സ്പോഷർ ടു ആൻ ഏലിയൻ മെയിൽ ഈസ് കോൾഡ് ഡാഷ് എഫക്ട്. അതിനാണ് എന്തെന്ന് പറയുന്നത്? വാൻഡർബർഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാഡ്മിയം പൊല്യൂഷൻ കോസസ്. കാഡ്മിയം പൊല്യൂഷൻ എന്തുണ്ടാക്കുന്നത്? ഇറ്റൈ ഡിസീസ്. ഇനി ദ ഫിഷ് വിച്ച് ഈസ് കോൾഡ് റെഡ് ലൈൻ ടോർപിഡോ ഏതാണ്? പ്യുൻഡിയസ് ഡെനിസോണി. ഇപ്പോൾ റെഡ് ലൈൻ ടോർപിഡോ എന്ന് പറയുന്നത് ഏത് മീനാണ്? പ്യുൻഡിയസ് ഡെനിസോണി. അടുത്തത് നീലപ്പർവ്വത ലുഗൻസ്. ഇറ്റ് ഇസ് എ പെസ്റ്റ് ഓഫ്, ഇത് പാഡിയാണ്. ഓക്കെ, അപ്പൊ നീലപ്പർവ്വത ലുഗൻസ് എന്ന് പറയുന്നത് ഇതിന്റെ പെസ്റ്റ് ആണ്, പാഡിയുടെ പെസ്റ്റ് ആണ്. ഫിഷസ് മൈഗ്രേറ്റിംഗ് ഫ്രഷ് വാട്ടർ ടു സോൾട്ട് വാട്ടർ. ഫ്രഷ് വാട്ടറിൽ നിന്ന് സോൾട്ട് വാട്ടറിലേക്ക് പോകുന്നത് ആരാണ്? കാറ്റാഡ്രോമസ് ഫിഷസ് ആണ്. ഇനി ദ ഫിഷ് വിച്ച് ബിലോങ് ടു മൗത്ത് ബ്രൂഡേഴ്സ് ഏതാണ്? ഓപ്ഷൻ ബി ഓറിയോക്രോമിസ് മൊസംബിക്കസ്, അതാണ് മൗത്ത് ബ്രൂഡേഴ്സ്. അടുത്തത്, ലെഷ്-9 സിൻഡ്രോം ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ദ എൻസൈം. ഇപ്പൊ ലെഷ്-9 സിൻഡ്രോം എന്തുകൊണ്ടാണ്? ഏത് എൻസൈമിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ്? ഓപ്ഷൻ എ ഹൈപ്പോസ്വാൻഡിൻ ഗ്വാനിൻ ഫോസ്ഫോറൈബോസൈൽ ട്രാൻസ്ഫറേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് വൺ ഈസ് റോങ്? തന്നിരിക്കുന്നത് ഏതാ തെറ്റ്? A length of poly A is approximately 200 nucleotide long is added to the 5' end of the mRNA. In which among the following is known as Kornberg enzyme? ഏതാണ്? DNA പോളിമറൈസിനെയാണ് കോൺബർഗ് എൻസൈം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി DNA പോളിമറൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ഏതാണ്? കുറച്ച് സിൽക്ക് വേംസുകളാണ്. മൾബറി സിൽക്ക് വേം, എറി സിൽക്ക് വേം, മുഗ, ടസർ, ഇതൊക്കെ സിൽക്ക് വേംസിന്റെ വെറൈറ്റീസ് ആണ്. സോ നമുക്ക് നോക്കാം ഇതിൽ ഏതാണ്. അത് മൾബറി സിൽക്ക് വേം എന്ന് പറയുന്നത് ബോംബിക്സ് മോറിയാണ്. ഓക്കെ, ആൻഡ് എറി സിൽക്ക് വേം എന്ന് പറയുന്നത് ഫിലോസാമിയ റൈസിനി. ഇനി മുഗ സിൽക്ക് വേമോ? മുഗ സിൽക്ക് വേം ആണ് ആന്തറിയ അസാമൻസിസ്. ടസർ ആണെങ്കിലോ? ടസർ സിൽക്ക് വേം ആണ് ആന്തറിയ മൈലേറ്റ. ഓക്കെ, സോ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആക്രോസോം ഓഫ് സ്പെർമാറ്റോസോവൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഓപ്ഷൻ സി ഗോൾഗി കോംപ്ലക്സ്. അടുത്തത്, കോൺഗ്ലോബേറ്റ് ഗ്ലാൻഡ് ഈസ് ഫൗണ്ട് ഇൻ. എവിടെയാണ് കോൺഗ്ലോബേറ്റ് ഗ്ലാൻഡ് ഉള്ളത്? ഓപ്ഷൻ ഡി കോക്രോച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ. ആരാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തേക്കുന്നത്? ഓപ്ഷൻ എ അഡോൾഫ് ഇഗ്ലർ ആൻഡ് കാൾ പ്രാൻഡൽ.
Next question. The process of successful establishment of species after reaching a new area. അതിനെയാണ് എക്വിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. The author of Descent of Man. Descent of Man ആരുടെയാണ്? ഓപ്ഷൻ ബി, ചാൾസ് റോബർട്ട് ഡാർവിൻ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതാണ് ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നത്? കോയനോസൈറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോറിഫറയിലാണ്. അപ്പോൾ ഇതിലേതാണ് പോറിഫറ വരുന്നത്? സ്പോഞ്ച്, പോറിഫറയുടെ എക്സാമ്പിൾ. സോ C1 വരുന്നത് ഏതാണ്? ആകെ ഒരെണ്ണം വന്നുള്ളൂ, ഓപ്ഷൻ ബി. അപ്പൊ തന്നെ കറക്റ്റ് കിട്ടി. അപ്പൊ കോയാനോസൈറ്റ് എന്ന് പറയുന്നത് സ്പോഞ്ച്. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കിട്ടും? ഗ്രീൻ ഗ്ലാൻഡ്, ഇത് നമുക്കറിയാം ചെമ്മീനിലുള്ളതാണ് ഗ്രീൻ ഗ്ലാൻഡ്, എക്സ്ക്രീറ്ററി ഓർഗൻ. പിന്നെ ട്യൂബ് ഫീറ്റ് നമ്മളുടെ എക്കിനോഡെർമീറ്റ്സ്, അതായത് സ്റ്റാർ ഫിഷിന് എക്സാമ്പിൾ ആണ്. നൈഡോസൈറ്റ് എന്ന് പറയുന്ന ഒബേലിയ. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മോഡ് ഇൻ ദ ഫോളോയിങ് ഡാറ്റ സെറ്റ്. തന്നിരിക്കുന്നതിൽ ഏതാണ് മോഡ് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത്? 23. ഓക്കെ, ഓപ്ഷൻ ഡി. അടുത്തത്. വിച്ച് എമോങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് യൂട്രോഫിക് ലേക്സ് ആർ ട്രൂ? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, 1 and 2 ഓൺലി. ഏതൊക്കെയാണ്? യൂട്രോഫിക് ലേക്ക് ഹാവ് ഹൈ ലെവൽ ഓഫ് ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി. യൂട്രോഫിക് ലേക്ക് എന്ന് പറയുമ്പോൾ അതിന് ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി ഹൈ ആയിരിക്കുള്ളൂ. ദ ലേക്ക് സപ്പോർട്ട് എ പ്ലത്തോറ ഓഫ് പ്ലാന്റ്സ് ഡ്യൂ ടു ദെയർ ഹൈ ന്യൂട്രിയൻ കണ്ടന്റ്, പെർട്ടിക്കുലർലി നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ പേറ്റന്റ് ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ എന്നായിരുന്നു? 1970 ഓപ്ഷൻ സി, 1970 പേറ്റന്റ് ആക്ട് ഇനാക്ട് ചെയ്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ സപ്പോർട്ട് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം? ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ റാൻഡം മീറ്റിംഗ്, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത്. ജീനോം ഓഫ് വൈറസ് വാരിസെല്ല റോസ്റ്ററിന്റെ ജീനോം എന്തെന്നാണ്? ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഓപ്ഷൻ സി, ഡബിൾ സ്റ്റാൻഡേർഡ് DNA. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? ഏതാണ്? ഓപ്ഷൻ ഡി, സാമ്പിൾ പ്രോസസിംഗ് ഇൻവോൾവ് ക്രിട്ടിക്കൽ പോയിന്റ് ഡ്രൈയിങ് ആൻഡ് ഹെവി മെറ്റൽ കോട്ടിംഗ്, നോ സെക്ഷനിങ്. നൈട്രിക് ഓക്സൈഡ് ആക്ട് ആസ് സെക്കൻഡ് മെസ്സഞ്ചർ ആൻഡ് ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഫ്രം. അപ്പൊ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. അത് സിന്തസൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ ഡി, L-arginine. അടുത്തത്. IgG മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ഓപ്ഷൻ ബി. അപ്പൊ IgG എന്ന് പറയുമ്പോൾ തന്നെ ടൈപ്പ് 2. ഇനി അടുത്തത്. ഇൻ മൈറ്റോസിസ് സെൻട്രോമിയർ ഡിവൈഡ് ഡ്യൂറിങ്. മൈറ്റോസിസിന്റെ കേസിൽ സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുന്നത് ഏത് സമയത്താണ്? അനാഫേസിന്റെ സമയത്താണ്. അടുത്തത്. സെന്റുറോണി വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണുള്ളത്? കൊല്ലത്തുള്ളതാണ് സെന്റുറോണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓപ്ഷൻ ഡി, കൊല്ലം. അടുത്തത്. നാസോനോവ് ഗ്ലാൻഡ് ഈസ് പ്രസന്റ് ഇൻ. ഓപ്ഷൻ സി, ഹണിബി. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നാസോനോവ് ഗ്ലാൻഡ് എവിടെയാണുള്ളത്? ഹണിബിയിലാണ്. അടുത്തത്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ എക്സ്പ്രോസ്ഡ് ഓൺലി ഇൻ ലിവർ സെൽസ്. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. GLUT2. അപ്പോൾ ലിവർ സെൽസിൽ മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ആണ് GLUT2. ഇനി F0 F1 പാർട്ടിക്കിൾസ് ആർ ലൊക്കേറ്റഡ് ഓൺ. F0 F1 പാർട്ടിക്കിൾസ് എവിടെയാണ് ഉള്ളത്? ഇന്നർ മെമ്പറൈൻ ഓഫ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെമ്പറൈനിലാണ് F0 F1 പാർട്ടിക്കിൾസ് ഉള്ളത്. അടുത്തത്. കൈറ്റിൻ ഈസ് എ പോളിമർ ഓഫ്. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കൈറ്റിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോളിമർ ഓഫ്. ഓപ്ഷൻ ബി, N-acetyl D-glucosamine. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അസേർഷൻ. 4 types of electrical brain wave have been recorded in the brain of human being. Reason. Beta wave are produced from temporal and occipital lobe when man is under emotion stress. അപ്പോൾ ഇത് ഓപ്ഷൻ സി, A is true but R is false. അപ്പോൾ A true ആണ്, R false ആണ്. അപ്പോൾ A എന്തായിരുന്നു? 4 types of electrical brain wave have been recorded in the brain of human being. അപ്പോൾ ഹ്യൂമൻ ബീങ്ങിന്റെ ബ്രെയിനിൽ നിന്ന് 4 ഇലക്ട്രിക്കൽ ബ്രെയിൻ വേവുകളാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. അടുത്തത്. സോണറി ടൈപ്പ് ഓഫ് പ്ലാസന്റ ഈസ് ഫൗണ്ട് ഇൻ ഡോഗ്. ഇത് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോണറി ടൈപ്പ് ഓഫ് പ്ലാസന്റ എവിടെയാണുള്ളത്? ഡോഗിലുള്ളതാണ്. അടുത്തത്. ദ ഡിസീസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് നിയാസിൻ. ഓപ്ഷൻ ബി, പെല്ലാഗ്ര. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് നിയാസിൻ വഴി ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. അടുത്തത്. ദ പ്രോട്ടീൻ ഇൻവോൾവ് ഇൻ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. ഏതാണ്? ഓപ്ഷൻ സി, ക്ലാത്രിൻ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ക്ലാത്രിൻ. അടുത്തത്. mRNA, snRNA, മൈക്രോ RNA ആർ സിന്തസൈസ്ഡ് ബൈ. ഏത് RNA പോളിമറൈസ് ആണ് mRNA, snRNA, മൈക്രോ RNA ഒക്കെ സിന്തസൈസ് ചെയ്യുന്നത്? RNA പോളിമറൈസ് 2. ഇനി അടുത്തത്. മാച്ച് ദ ഫോളോയിങ് ആണ്.
ഏതൊക്കെയുണ്ട്? സോണുല ഒക്ലൂഡൻസ്, മാക്യുല കമ്മ്യൂണിക്കൻ, മാക്യുല അഡറൻസ്, സോണുല അഡറൻസ്. ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ ഏത് ഇതിലാണ് കാണുന്നതെന്നാണ്. സോണുല ഒക്ലൂഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ ടൈറ്റ് ജംഗ്ഷൻ. ഓക്കെ, ഇനി മാക്യുല കമ്മ്യൂണിക്കൻസ് എന്ന് പറഞ്ഞാൽ ഗ്യാപ് ജംഗ്ഷൻ. മാക്യുല അഡറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോട്ട് ഡെസ്മോസോം. സോണുല അഡറൻസ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഡെസ്മോസോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഹ്യൂമൻ ദ ടെലോമിയർ കണ്ടെയ്ൻ റിപ്പീറ്റഡ് സീക്വൻസ് ഓഫ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ലാക്കോപ്രോൺ? ഏതാണ്? ഓപ്ഷൻ സി 1, 2 and 3. അപ്പൊ ഏതൊക്കെയാണ് നോക്കാം. ദ സ്ട്രക്ചറൽ ജീൻ കൺസിസ്റ്റ് ഓഫ് ലാക് സെഡ്, ലാക് വൈ ആൻഡ് ലാക് എ. അപ്പൊ ലാക്കോപ്രോൺ എന്ന് പറയുമ്പോൾ ഇത്രയും സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, സെഡ്, വൈ, എ. ദ റെപ്രസർ പ്രോട്ടീൻ ഈസ് ഏബിൾ ടു ബൈൻഡ് ടു ദ DNA ഓൺലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ്. അത് നമുക്കറിയാം, ഇൻഡ്യൂസർ ഇല്ലാത്ത സമയത്ത് മാത്രമാണ് റെപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്നത്. ഇനി അല്ലോ ലാക്ടോസ് ആക്ടസ് ഇൻഡ്യൂസർ ഓഫ് ലാക്കോപ്രോൺ. അപ്പൊ ലാക്കോപ്രോണിന്റെ ഇൻഡ്യൂസർ ആണ് അല്ലോ ലാക്ടോസ്. ഓക്കെ, ഇനി അടുത്തത് കാസ്റ്റിൽ ഇൻട്രിൻസിക് ഫാക്ടർ ഈസ് നെസസറി ഫോർ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12. ഓപ്ഷൻ സി B12. അടുത്തത് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ഈസ് ഓൺ February 2. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് ഈസ് ഡെഫിഷ്യന്റ് ഇൻ ഡാഷ് ഡിസീസ്. ഏതാണ്? വോൺ ഗീർക്കീസ് ഡിസീസ്. അടുത്തത് STS പേജ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് പ്രോട്ടീൻ ബേസ്ഡ് ഓൺ. STS പേജ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? എന്തിന്റെ ബേസിലാണ് പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യേണ്ടത്? അതിന്റെ ചാർജും മോളിക്കുലർ വെയിറ്റ്. അപ്പോൾ ഓപ്ഷൻ സി കമ്പൈൻഡ് ചാർജ് ആൻഡ് മോളിക്കുലർ വെയിറ്റ്. അടുത്തത് ദ പ്രിക്കർസർ അമിനോ ആസിഡ് ഫോർ സെറോട്ടോണിൻ സിന്തസിസ് ഈസ് ട്രിപ്റ്റോഫാൻ. ഓപ്ഷൻ എ ട്രിപ്റ്റോഫാൻ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡാറ്റ റിട്രീവൽ ടൂൾ? ഏതാണ്? ഓപ്ഷൻ ബി എൻട്രീസ്. ഡാറ്റ റിട്രീവൽ ടൂൾ ആണ് എൻട്രീസ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ബയോളജിക്കൽ ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് റീസെന്റ് ഡിറൈവ്ഡ് ഫ്രം എ കോമൺ ആൻസ്റ്റൽ സ്പീഷീസ്. ഏതാണ്? ക്ലൈഡ്. ഓക്കെ, താങ്ക് യു.